ഇനി നമുക്ക് ഫോട്ടോഷോപ്പിൽ ക്രോപ്പ് ടൂളിനെ കുറിച്ച് വിശദമായി പരിശോധിക്കാം. ഇവിടെ ടൂൾ ബോക്സിന്റെ 4th പൊസിഷനിൽ കിടക്കുന്നതാണ് ക്രോപ്പ് ടൂൾ. ക്ലിക്ക് ചെയ്യുക. ഇത് ആക്റ്റീവ് ആക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഇമേജിലേക്ക് ഒരു ബൗണ്ടിംഗ് ബോക്സ് പ്രത്യക്ഷപ്പെട്ടു വരുന്നതാണ്. നമുക്ക് ആവശ്യമായ സൈസിലേക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് ക്രോപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഇത്രയും പോർഷൻ മതിയെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുക. അതിനുശേഷം കീബോർഡിൽ എൻ്റർ കീ പ്രസ് ചെയ്താൽ നമുക്ക് ഇത്രയും ഏരിയയിലേക്ക് ഈ ഇമേജ് ക്രോപ്പ് ചെയ്ത് വരുന്നത് കാണാം. അൺഡു. അതല്ലെങ്കിൽ നമുക്ക് ക്രോപ്പ് ടൂളിൽ നിന്നുകൊണ്ട് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്ത് ആവശ്യമുള്ള പോർഷൻസ് ഇതുപോലെ സെലക്ട് ചെയ്ത് കൊടുത്താലും മതി. അതിനുശേഷം ഈ ബൗണ്ടിംഗ് ബോക്സിന്റെ അകത്ത് വെച്ച് മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അതിന്റെ സബ് ഓപ്ഷൻസ് കിട്ടുന്നതാണ്. ഞാനിവിടെ ക്രോപ്പ് ചെയ്താലും നമുക്ക് ഇമേജ് മുറിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ അൺഡു ചെയ്യുന്നു. ആൾട്ട് കൺട്രോൾ സെറ്റ്. നമുക്കിവിടെ ഇതിന്റെ ഒരു ഓവർലേ ഓപ്ഷൻസ് ലഭ്യമാണ്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ റൂൾ ഓഫ് തേർഡ് ഒരു ഓപ്ഷനാണ്. സാധാരണ ഫോട്ടോഗ്രാഫിയിൽ അവലംബിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു നിയമമാണ് റൂൾ ഓഫ് തേർഡ്. നമുക്ക് ബാക്ക്ഗ്രൗണ്ടിന് കൂടുതൽ പ്രാധാന്യം നൽകി അതായത് നമ്മുടെ മെയിൻ ഒബ്ജക്റ്റ് ഏകദേശം 1/3 ഭാഗം വരുന്ന രീതിയിൽ ബാക്കി 2 ഭാഗവും ബാക്ക്ഗ്രൗണ്ടിന് പ്രാധാന്യം നൽകുന്ന ഇമേജുകൾ കൂടുതൽ ലൈവ്ലി ആകുന്നതാണ്. റൂൾ ഓഫ് തേർഡ് പ്രകാരം എടുക്കുന്ന ഫോട്ടോകൾ കൂടുതൽ ലൈവ്ലി ആകുന്നതാണ്. ഞാൻ അങ്ങനെ ഒരു ഇമേജ് ഇവിടെ ഓപ്പൺ ചെയ്ത് കാണിക്കാം. കൺട്രോൾ O, ലൈറ്റ് ഹൗസ് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇത് മൊത്തം ഇമേജിന്റെ ഏകദേശം 1/3 ഭാഗമാണ് നമുക്ക് ആ ലൈറ്റ് ഹൗസിന്റെ ഭാഗം വന്നിരിക്കുന്നത്. ബാക്കിയെല്ലാം ബാക്ക്ഗ്രൗണ്ടിലേക്ക് കൊടുത്തിരിക്കുകയാണ്. ഇവിടെ ഒരു സിനിമാറ്റിക് ഫീലിംഗ് നമുക്ക് ഈ ഇമേജ് തരുന്നുണ്ട്. ഫോട്ടോ എടുക്കുമ്പോൾ ആ ഒരു നിയമപ്രകാരം എടുക്കാൻ കഴിയും. ഇനി നമ്മൾ എടുത്ത ഫോട്ടോകൾ നമുക്ക് ഈ രീതിയിലേക്ക് റൂൾ ഓഫ് തേർഡ് നിയമപ്രകാരം അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതെങ്ങനെയെന്ന് നോക്കാം. ഞാനിവിടെ നമ്മുടെ വൈഡ് ആംഗിൾ ആ ഇമേജിലേക്ക് ചെല്ലുന്നു. ഇവിടെ ഓവർ ഓപ്ഷനിൽ വന്ന് റൂൾ ഓഫ് തേർഡിലാണ് നിൽക്കുന്നത്. ഞാനിത് എസ്കേപ്പ് ചെയ്യുന്നു. അതിനുശേഷം ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഡ്രാഗ് ചെയ്താൽ നമ്മുടെ ഈ മെയിൻ സബ്ജക്റ്റ് ഏകദേശം ഈ ഒരു ഗ്രിഡ് സെൻട്രൈസ് ചെയ്ത് വരുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ എൻ്റർ കീ പ്രസ് ചെയ്യുക. ഇപ്പോൾ നമുക്കിത് ഒരു റൂൾ ഓഫ് തേർഡ് പ്രകാരമാണ് നമ്മളത് ക്രോപ്പ് ചെയ്തിരിക്കുന്നത്. അതായത് 1/3 ഭാഗം നമ്മുടെ മെയിൻ ഒബ്ജക്റ്റ് ഇവിടെ നിൽക്കുന്നു. ബാക്കി വരുന്നതെല്ലാം ബാക്ക്ഗ്രൗണ്ടായിട്ട് എടുത്തിരിക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ടിനും പ്രാധാന്യം നൽകി എടുക്കുമ്പോൾ നമുക്ക് ആ ഒരു ഇമേജ് വളരെ ലൈവ്ലി ആയിട്ട് തോന്നുന്നതാണ്. നമുക്ക് ഈ ഫയൽ സേവ് ചെയ്ത് വയ്ക്കാം. ഞാൻ ഫയലിൽ ക്ലിക്ക് ചെയ്ത് സേവ് എന്ന ഓപ്ഷൻ ഉപയോഗിക്കരുത്. സേവ് ഉപയോഗിച്ചാൽ നമ്മുടെ നിലവിലുള്ള ഫയൽ ഇപ്പോഴത്തെ രീതിയിലേക്ക് സേവ് ആവുന്നതാണ്. നമുക്ക് സേവ് ആസ് എന്ന ഓപ്ഷൻ ഉപയോഗിക്കാം. അപ്പോൾ മറ്റൊരു പേരിലേക്ക് ഫയൽ സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ഒറിജിനൽ ഫയലിന് മാറ്റമൊന്നും സംഭവിക്കുകയുമില്ല. സേവ് ആസ് കൊടുത്തുകൊണ്ട് ഞാൻ അതിൻ്റെ പേര് മാറ്റുകയാണ്. റൂൾ ഓഫ് തേർഡ്. അത് ഞാൻ സേവ് ചെയ്ത് വയ്ക്കുന്നു. ഇനി കൺട്രോൾ O, നമ്മുടെ വൈഡ് ആംഗിൾ ഇമേജ് ഞാൻ ഒന്നുകൂടി ഓപ്പൺ ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾ റൂൾ ഓഫ് തേർഡ് ഇവിടെ ഉണ്ട്. വൈഡ് ആംഗിൾ ഇമേജ് ആണ് എടുത്തിരിക്കുന്നത്. ക്രോപ്പ് ടൂളിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് എപ്പോഴും ഇങ്ങനൊരു ബൗണ്ടിംഗ് ബോക്സ് ഇവിടെ ഉണ്ടാവുന്നതാണ്. നമ്മൾ എസ്കേപ്പ് ചെയ്താൽ അതിൽ നമുക്ക് പുറത്തേക്ക് കിടക്കാൻ കഴിയും. ഇവിടെ അടുത്ത ഒരു ഓപ്ഷനാണ് ഗ്രിഡ്. നമുക്ക് ഇനി ക്രോപ്പ് ചെയ്യുമ്പോൾ ഗ്രിഡിലിട്ട് കട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ ഗ്രിഡുകൾ വരുന്നതാണ്. ഇമേജ് നമുക്ക് ആവശ്യാനുസരണം ക്രമീകരിക്കാൻ സാധിക്കുന്നതാണ്. ഞാൻ എസ്കേപ്പ് ചെയ്യുന്നു. മറ്റൊരു ഓപ്ഷനാണ് ഡയഗണൽ. ഇനി നമ്മൾ ക്രോപ്പ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഡയഗണൽ ആയിട്ടായിരിക്കും നമുക്ക് ക്രോപ്പിംഗ് സാധിക്കുന്നത്. അപ്പോൾ ഒബ്ജക്റ്റിന്റെ കുറച്ച് പോർഷൻ അതൊക്കെ ഒരു മാത്തമാറ്റിക്കൽ ടൈമിലാണ് ഇതെല്ലാം വരുന്നത്. നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ക്രോപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എസ്കേപ്പ്. അടുത്താണ് ട്രയാങ്കിൾ. ഇനി നമ്മളിവിടെ ക്രോപ്പ് ചെയ്യുമ്പോൾ ഇതുപോലെ ഒബ്ജക്റ്റുകൾക്ക് ഇവിടെയും ഒരു മാത്തമാറ്റിക്കൽ ടൈമാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് ഈ രീതിയിലേക്ക് സബ്ജക്റ്റിന്റെ ആ ഒരു ഈക്വൽ പ്രൊപ്പോർഷനിലേക്ക് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്ത് ക്രോപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മൾ കീബോർഡിൽ എൻ്റർ കീ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇത് ഈ രീതിയിലേക്ക് ക്രോപ്പ് ചെയ്ത് വരുന്നതായി കാണാം. കൺട്രോൾ ആൾട്ട് സെറ്റ്. മറ്റൊരു ഓവർലേ ഓപ്ഷനാണ് ഗോൾഡൻ റേഷ്യോ. ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുമ്പോൾ നമുക്ക് മൊത്തം ഇമേജിനെ ഇതുപോലെ 3 പാർട്ടായിട്ടാണ് മാറ്റുന്നത്. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസും അതുപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസും ഈക്വൽ ആയിരിക്കും. അതുപോലെ ഇതിന്റെ ഈ ഡിസ്റ്റൻസ് ഇവിടെ നമുക്ക് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ആ ഒരു വ്യത്യാസം ഇതെല്ലാം നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവുന്നതാണ്. ഇമേജിന് നമുക്ക് ഈ ഒരു ഗ്രിഡിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ഗൈഡിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇമേജ് സെറ്റ് ചെയ്യാവുന്നതാണ്. സാധാരണ പ്രൊഫഷണൽ ഡിസൈനേഴ്സ് ലോഗോസ് എല്ലാം ഡിസൈൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇമേജ് എല്ലാം സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഗോൾഡൻ റേഷ്യോ അനുപാതത്തിൽ ഇമേജുകൾ അതല്ലെങ്കിൽ ലോഗോ എല്ലാം ചെയ്യുമ്പോൾ വളരെയധികം ജനശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിന്റെ ആ ലോഗോ കൂടുതൽ പ്രസിദ്ധിയാർജിച്ചു വരുന്ന രീതിയിലാണ് കണ്ടുവരുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ആപ്പിളിന്റെ ലോഗോ, അതുപോലെ ട്വിറ്ററിന്റെ ലോഗോ,
കൂടാതെ പെപ്സി ഇങ്ങനെയുള്ള കമ്പനികളൊക്കെ ലോഗോ ചെയ്തിരിക്കുന്നത് ഗോൾഡൻ റേഷ്യോ എന്നൊരു അനുപാതത്തിൽ നിന്നുകൊണ്ടാണ്. ഞാനിവിടെ എസ്കേപ്പ് ചെയ്യുന്നു. ഇനി അടുത്തൊരു ഓവർലേ ഓപ്ഷനാണ് ഗോൾഡൻ സ്പൈറൽ. ഇത് വെച്ച് നമ്മൾ ക്രോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഗോൾഡൻ റേഷ്യോയിലെ പോലെ തന്നെ വരുന്നൊരു സംഗതിയാണ് ഗോൾഡൻ സ്പൈറൽ. ഇങ്ങനെയെല്ലാം നമുക്ക് ക്രോപ്പ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഞാനിത് അൺഡു ചെയ്യുന്നു. ഇത് കൂടാതെ നമുക്ക് റേഷ്യോ, ഇവിടെ ഒരു ബട്ടൺ കാണാം, വിഡ്ത്ത് ഹൈറ്റ് റെസൊല്യൂഷൻ. ഈ ഒരു റേഷ്യോയിൽ നമുക്ക് ഒബ്ജക്റ്റ് കട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ നമുക്ക് എത്ര പിക്സൽസ് വീതി വേണം, ഞാനിവിടെ അത് പിക്സൽസോ ഇഞ്ചസോ അല്ലെങ്കിൽ സെന്റിമീറ്ററിലോ നമുക്ക് ഏത് മെഷർമെന്റ് യൂണിറ്റിലും നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. 100 പിക്സൽ വിഡ്ത്ത് കൊടുക്കുന്നു, ഹൈറ്റ് ഒരു 500 പിക്സൽ കൊടുക്കുന്നു. നമ്മൾ ക്രോപ്പ് ചെയ്തെടുക്കുന്ന ഇമേജിന്റെ റെസൊല്യൂഷൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ 200 പിക്സൽ കൊടുക്കുന്നു. എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ ഇമേജ് ഇതേ അളവിലേക്ക് ക്രോപ്പ് ചെയ്ത് വരുന്നതാണ്. ആൾട്ട് കൺട്രോൾ സെറ്റ്. അങ്ങനെ ഡിഫറെന്റ് റേഷ്യോയിൽ അല്ലെങ്കിൽ 1:1 സ്ക്വയർ. ഇപ്പോൾ ഈ ഗോൾഡൻ സ്പൈറലിലാണ് നിൽക്കുന്നത്, അതുകൊണ്ട് ആ ഒരു സ്ക്വയറിലേക്കാണ് നമുക്ക് വരുന്നത്. നമുക്ക് ആവശ്യാനുസരണം റൂൾ ഓഫ് തേർഡ് ഉപയോഗിക്കാം, അതുപോലെ ഗ്രിഡ് ഉപയോഗിക്കാം. ഏത് ഓപ്ഷൻ എടുത്താലും നമുക്കിത് ക്രോപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഇവിടെ നിന്ന് നമുക്ക് 4:5 എന്ന് പറയുന്ന ഒരു റേഷ്യോയിലേക്ക് വരുന്നു. ഇതെല്ലാം നമുക്ക് മാനുവലായിട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷേ അതിന്റെ റേഷ്യോ ഈ പറയുന്ന 4:5 എന്ന റേഷ്യോയിലായിരിക്കും ഈ ഒബ്ജക്റ്റ് ക്രോപ്പ് ചെയ്ത് വരുന്നത്. അടുത്ത ഓപ്ഷൻ 5:7. ഇത് 5:7 ഇപ്പോൾ നിൽക്കുന്നത്. നമ്മളിവിടെ റെഡ്യൂസ് ചെയ്യുമ്പോഴും ആ ഒരു റേഷ്യോയിൽ നിന്നുകൊണ്ടായിരിക്കും ഒബ്ജക്റ്റ് ക്രോപ്പ് ചെയ്യുന്നത്. അതുപോലെ ഫ്രണ്ട് ഇമേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൊത്തം ആക്ച്വൽ പിക്ചറിന്റെ ആ ഒരു അളവിലേക്കാണ് അത് പോകുന്നത്. ഫ്രണ്ട് ഇമേജ് എന്ന് പറയുമ്പോൾ കറക്റ്റ് നമ്മുടെ ആക്ച്വൽ ഫയൽ സൈസിന്റെ അളവിലേക്ക് മാറിയിരിക്കുന്നത് കാണാം. അതുപോലെ 4:5 in 300 പിക്സൽസ്, 4 വീതി 5 ഇഞ്ച് ഹൈറ്റ് 300 ppi നമുക്ക് ക്രോപ്പ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. 8.5 11 ഇഞ്ച് 300 പിക്സൽസ്. ഇങ്ങനെ ആവശ്യാനുസരണം നമുക്ക് ഇവിടെ നിന്ന് ചൂസ് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ ആവശ്യമുള്ള സൈസ് ഇവിടെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ 6IN അടിക്കുന്നു. ടാബ് പ്രസ് ചെയ്യുമ്പോൾ അടുത്ത സ്പേസിലേക്ക് മാറുന്നതാണ്. അതല്ലെങ്കിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇങ്ങനെ സെലക്ട് ചെയ്ത് അടിക്കാവുന്നതാണ്. ഞാനൊരു 8 ഇഞ്ച് കൊടുക്കുന്നു. റെസൊല്യൂഷൻ നമുക്ക് ആവശ്യാനുസരണം കൊടുക്കാവുന്നതാണ്. ഞാനൊരു 150 കൊടുക്കുന്നു. എൻ്റർ പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ ഇമേജ് ഈ ഒരു അളവിലേക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാം. ഇത് നമ്മൾ ഇമേജ് സൈസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. 6 ഇഞ്ച് വീതി, 8 ഇഞ്ച് ഹൈറ്റ്, റെസൊല്യൂഷൻ 150. ഓക്കെ, അതാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഞാൻ അൺഡു ചെയ്യുന്നു. ആൾട്ട് കൺട്രോൾ സെറ്റ്. ഇവിടെ ലഭിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇവിടെ തന്നിരിക്കുന്ന ഈ പ്രീസെറ്റുകൾക്ക് പുറമെ നമുക്ക് വേണമെങ്കിൽ പ്രീസെറ്റ് പുതിയതായിട്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ 4:3 റെസൊല്യൂഷൻ 300. എനിക്ക് ഈ ഒരു അളവിൽ ഒരു പ്രീസെറ്റ് ആവശ്യമാണെങ്കിൽ നമുക്ക് എപ്പോഴും വേണമെങ്കിൽ അതെടുത്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതിനായി ഇവിടെ പ്രീസെറ്റ് ഉണ്ടാക്കിയിടേണ്ടത് ആവശ്യമാണ്. ന്യൂ ക്രോപ്പ് പ്രീസെറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്കതിനൊരു പേര് നൽകാൻ സാധിക്കുന്നതാണ്. അതല്ലെങ്കിൽ 4:3 in 300 ppi എന്ന പേരിലായിരിക്കും വരുന്നത്. ഞാനിവിടെ പേര് നൽകുന്നു. ഞാൻ ഉണ്ടാക്കുന്ന ഈ ക്രോപ്പ് പ്രീസെറ്റിന്റെ പേര് പ്രമോദ് എന്നാണ്. ഓക്കെ, ഞാനിവിടെ എൻ്റർ അടിക്കുന്നു. ഇപ്പോൾ ഈ ഒരു ഇമേജ് 4:3 സൈസിലേക്ക് മാറിയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ മറ്റൊരു ഇമേജ് എടുത്തിട്ട് ഞാനിവിടെ ഇത് എസ്കേപ്പ് ചെയ്യുന്നു. ഇപ്പോൾ പ്രമോദ് എന്ന ഓപ്ഷനിലാണ് കിടക്കുന്നത്. നമുക്ക് മാറ്റി മറ്റൊരു റേഷ്യോയിലേക്ക് വന്നതിന് ശേഷം ഞാനിവിടെ വീണ്ടും ഈ ഒരു ഓപ്ഷനിലേക്ക് എടുക്കുകയാണെങ്കിൽ നമ്മുടെ നേരത്തെ വന്ന കറക്റ്റ് അളവിലേക്കുള്ള സൈസാണ് വന്നിരിക്കുന്നത്. ഇവിടെ എൻ്റർ പ്രസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇമേജ് സൈസ് എടുത്ത് നോക്കുക. ഇമേജ് സൈസ് 4 ഇഞ്ച് വീതി, 3 ഇഞ്ച് ഹൈറ്റ്, റെസൊല്യൂഷൻ 300. ഓക്കെ, ഇതുപോലെ നമുക്ക് പ്രീസെറ്റുകൾ ഉണ്ടാക്കിയിടാൻ സാധിക്കുന്നതാണ്. ആ പ്രീസെറ്റ് നമുക്ക് ആവശ്യമില്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡിലീറ്റ് ക്രോപ്പ് പ്രീസെറ്റ് കൊടുക്കുക. ഏത് പ്രീസെറ്റാണ് നമുക്ക് കളയേണ്ടത്? ഞാനിപ്പോൾ പ്രമോദ് എന്ന് പറയുന്ന അതാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതാണ് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയേണ്ടത്. അതിനുശേഷം ഡിലീറ്റ് എന്ന ഈ ബട്ടണിൽ പ്രസ് ചെയ്യുക. അപ്പോൾ അവിടെ ഒരു കൺഫർമേഷൻ മെസ്സേജ് ചോദിക്കും. ഡു യു റിയലി വാണ്ട് ടു ഡിലീറ്റ് ദി ക്രോപ്പ് പ്രീസെറ്റ് പ്രമോദ്? യെസ് കൊടുത്താൽ അത് ഡിലീറ്റ് ആയി പോകുന്നതാണ്. നോ കൊടുത്താൽ ഡിലീറ്റ് ആവുന്നതല്ല. ഞാനിവിടെ യെസ് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ നമ്മുടെ പ്രീസെറ്റിൽ നമ്മൾ ഉണ്ടാക്കിയ ആ പുതിയ പ്രീസെറ്റ് ഇവിടെ ഉണ്ടാവുന്നതല്ല. അതുപോലെ ഇവിടെ മറ്റൊരു ഓപ്ഷനാണ് പിക്സൽസ് പെർ ഇഞ്ച്. നമ്മൾ മുൻ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇവിടെ പിക്സൽസ് പെർ ഇഞ്ച് എന്ന് പറഞ്ഞാൽ പിക്സലുകൾ വരുന്നത് 300 പിക്സൽസ് പെർ ഇഞ്ച്. ഒരു ഇഞ്ചിൽ 300 പിക്സലുകൾ എന്നായിരിക്കും. ഇവിടെ നമുക്ക് മാറ്റിയിടുകയാണെങ്കിൽ പിക്സൽസ് പെർ സെന്റിമീറ്റർ ആണ് കിടക്കുന്നതെങ്കിൽ ഇവിടെ കൊടുക്കുന്ന എത്രയാണോ സൈസ് കിടക്കുന്നത് അത്
1 സെന്റിമീറ്ററിലേക്കായിരിക്കും വരുന്നത്. അപ്പോൾ ഈ വാല്യൂസ് എല്ലാം നമുക്ക് ക്ലിയർ ചെയ്ത് കളയാൻ സാധിക്കും. അതിനോട് ക്ലിയർ ബട്ടൺ ആക്റ്റീവ് ആക്കിയാൽ ഈ ബോക്സിലെ വാല്യൂസ് എല്ലാം ക്ലിയർ ആവുന്നതാണ്. ഞാനിവിടെ എസ്കേപ്പ് ചെയ്യുന്നു. ഇനി മറ്റൊരു ഓപ്ഷനാണ് സ്ട്രെയിറ്റൻ ചെയ്യാൻ. നമുക്ക് ഒരു ലൈൻ വരച്ചുകൊണ്ട് നമ്മുടെ ക്രോപ്പിംഗ് സ്ട്രെയിറ്റൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷനാണത്. ഇത് ആക്റ്റീവ് ആക്കിയാൽ ഇങ്ങനെ വരയ്ക്കുമ്പോൾ നമ്മൾ ഏത് ഡയറക്ഷനിലാണ് വരയ്ക്കുന്നത് ആ ഒരു ആംഗിളിലേക്ക് ആ ഇമേജ് ക്രോപ്പായിട്ട് വരുന്നതാണ്. എസ്കേപ്പ് ചെയ്യുന്നു. സ്ട്രെയിറ്റൻ എടുക്കുക. നമ്മളിവിടെ ഇതിൻ്റെ ആംഗിൾ മെഷർ ചെയ്ത് വരുന്നുണ്ട്. ഇങ്ങനെ വരച്ചാൽ ക്ലിക്ക് ചെയ്ത് വിടാതെ മൗസ് പോയിന്റർ വരച്ചാൽ ആ ഒരു ആംഗിളിലേക്കായിരിക്കും ആ ഇമേജ് റൊട്ടേറ്റ് ചെയ്ത് വരുന്നത്. എടുത്ത് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെയെല്ലാം നമുക്ക് ക്രോപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എസ്കേപ്പ്. ഇനി ഇവിടെ അഡീഷണൽ ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് യൂസ് ക്ലാസിക് മോഡ്. ഇവിടെ നമ്മൾ ഇത് ആക്റ്റീവ് ആക്കി വയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഇനി ക്രോപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ക്ലാസിക് മോഡിലായിരിക്കും ഇത് കാണുന്നത്. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് ഇത് ഓഫ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ആ മോഡിൽ വ്യത്യാസം വരുന്നതായി കാണാം. അതുപോലെ ഷോ ക്രോപ്ഡ് ഏരിയ, മൊത്തം ഇമേജിൽ നിന്നും ക്രോപ്പ് ചെയ്യുന്ന ഏരിയ ഷോ ചെയ്യാനാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊത്തം ഏരിയ കാണുന്നതല്ല. അതുപോലെ ഓട്ടോ സെൻറ്റർ പ്രിവ്യൂ, ഇത് സെൻറ്ററിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അലൈൻ ചെയ്യുന്നൊരു ഓപ്ഷനാണ്. എനേബിൾ ക്രോപ്പ് ഷീൽഡ്, നമ്മളിപ്പോൾ ക്രോപ്പ് ഷീൽഡ് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ഏരിയ നമ്മൾ ക്രോപ്പ് ചെയ്യുന്നതെങ്കിൽ ബാക്കിയുള്ള പോർഷൻസ് ഒരു ഡാർക്ക് കളറിൽ വന്നിരിക്കുന്നത് കാണാം. അത് നമ്മളിവിടെ ഓഫ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്കത് അങ്ങനെ ഡാർക്ക് കളറിൽ കാണുന്നതല്ല. അത് ആ ഡാർക്ക് കളർ വരുന്നത് എത്ര പെർസെൻറ്റേജ് ഒപ്പാസിറ്റിയാണ് വന്നിരിക്കുന്നത് അതനുസരിച്ചാണ് കാണിക്കുന്നത്. ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇത് മാക്സിമത്തിൽ കൊടുത്താൽ ഈ രീതിയിലായിരിക്കും വരുന്നത്. ഇവിടെ മാച്ച് ക്യാൻവാസിന്റെ ആ ഒരു കളറിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അതിന്റെ 59% ട്രാൻസ്പെറൻസിയിലാണ് കാണിച്ചിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് മറ്റ് കളർ ഏതെങ്കിലും കൊടുക്കാവുന്നതാണ്. ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പോൾ റെഡ് കൊടുത്താൽ ആ ഒരു റെഡിഷ് ടോണിലായിരിക്കും അതിന്റെ ആ ഒരു ക്രോപ്പ് ഷീൽഡ് കാണിക്കുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് മാച്ച് ക്യാൻവാസ് തന്നെ കൊടുക്കാം. അതുപോലെ ഈ ക്രോപ്പ് ചെയ്യുന്ന ഏരിയ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്താൽ എൻ്റർ അടിക്കുമ്പോൾ ഈ രീതിയിലായിരിക്കും ഒബ്ജക്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആൾട്ട് കൺട്രോൾ സെറ്റ്. ഇനി നമുക്ക് ക്യാൻവാസിൽ ചരിഞ്ഞെടുക്കുന്ന ഒരു ഇമേജ് എങ്ങനെ നേരെയാക്കാമെന്ന് നോക്കാം. ഞാൻ ഫയൽ ഓപ്പൺ ചെയ്യാണ്. കൺട്രോൾ O, സെയിലിംഗ് ബോർഡ്സ് എന്ന ഈ ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഈ ഒബ്ജക്റ്റ് അല്പം ചരിഞ്ഞാണ് കിടക്കുന്നത്. അത് നമുക്ക് നേരെയാക്കി എടുക്കാൻ സാധിക്കുന്നതാണ്. അതിനായി നമുക്ക് ഒബ്ജക്റ്റിന്റെ എൻഡിലേക്ക് കറക്റ്റാക്കി ഈ ക്രോപ്പ് ഏരിയ അഡ്ജസ്റ്റ് ചെയ്യുക. അതിനുശേഷം ഈ ബൗണ്ടിംഗ് ബോക്സിന്റെ പുറത്തേക്ക് വരുമ്പോൾ മൗസ് പോയിന്റർ ഒരു കർവി ടൈപ്പ് ആയിട്ട് വരുന്നതാണ്. ക്ലിക്ക് ചെയ്ത് നമ്മൾ ഇനി റൈറ്റ് സൈഡിലേക്ക് തിരിക്കുകയാണെങ്കിൽ ഈ ഗ്രിഡിന്റെ ലൈൻ ഇമേജിന്റെ ഔട്ടറിന് പാരലാക്കി നിർത്തുക. ഇനി ഇത് അഡ്ജസ്റ്റ് ചെയ്യുക. അതുപോലെ ഇത് അഡ്ജസ്റ്റ് ചെയ്യുക. ഇവിടെയും അഡ്ജസ്റ്റ് ചെയ്യുക. ഈ വശവും അഡ്ജസ്റ്റ് ചെയ്യുക. കറക്റ്റാക്കി വെച്ചതിന് ശേഷം എൻ്റർ കീ പ്രസ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഇമേജ് കറക്റ്റായിട്ട് ആവശ്യമില്ലാത്ത പോർഷൻസ് എല്ലാം പോയി വളഞ്ഞിരുന്ന അല്ലെങ്കിൽ ചരിഞ്ഞിരുന്ന ഇമേജ് നേരായി വന്നിരിക്കുകയാണ്. ഞാനിവിടെ അൺഡു ചെയ്യുന്നു. ആൾട്ട് കൺട്രോൾ സെറ്റ്. ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്ന ഫോട്ടോസ് സ്ട്രെയിറ്റൻ ചെയ്യാൻ മറ്റൊരു എളുപ്പ വഴി കൂടിയുണ്ട്. ഇവിടെ ഫയൽ എന്ന മെനുവിൽ വന്ന് ഓട്ടോമേറ്റ് എന്ന ഓപ്ഷനിൽ വരിക. ഇവിടെ ക്രോപ്പ് ആൻഡ് സ്ട്രെയിറ്റൻ ഫോട്ടോസ് എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമില്ലാത്ത പോർഷൻ ക്രോപ്പ് ചെയ്തുകൊണ്ട് ചരിഞ്ഞിരിക്കുന്ന ഇമേജ് നേരെ വരുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷനാണിത്. ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് ഫോട്ടോ അഡ്ജസ്റ്റ് ചെയ്ത് അനാവശ്യമായ ഏരിയകളെല്ലാം പോയി സ്ട്രെയിറ്റ് ചെയ്ത് വരുന്നതാണ്. ഇതിന്റെ പ്രത്യേകത നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫയലിലേക്കല്ല ഇത് വരുന്നത്. പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് വരുന്നത്. ഇതാണ് നമ്മൾ ഫൈനൽ റിസൾട്ട് വന്നിരിക്കുന്നത്. ഇത് നമ്മളുടെ ഒറിജിനൽ ഇമേജ്. ഇനി ഞാനിവിടെ ഇതിനകത്തേക്ക് നമുക്ക് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് മറ്റൊരു നല്ലൊരു ബ്രൈറ്റി ക്ലൗഡ് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. ഒരു എളുപ്പവഴിയിൽ നമുക്ക് അതിനെ ചെയ്യാമെന്ന് നോക്കാം. ഞാൻ സൂം ചെയ്യുന്നു. എസ്കേപ്പ് പ്രസ് ചെയ്യുക. ക്രോപ്പിൽ പുറത്തേക്ക് കിടക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്ക് ഇത്രയും ക്ലൗഡ് ഏരിയ സെലക്ട് ചെയ്യാം. അതിനായി നമുക്ക് പഠിച്ച മാജിക് വൺ ടൂളോ അല്ലെങ്കിൽ ക്വിക്ക് സെലക്ഷൻ ടൂളോ ഏതെങ്കിലും എടുത്ത് സെലക്ട് ചെയ്യുക. നമുക്ക് ആവശ്യമുള്ള ക്ലൗഡിൻ്റെ ഫയൽ ഓപ്പൺ ചെയ്യുക. കൺട്രോൾ O, ഈ സ്കൈ ഞാൻ ഓപ്പൺ ചെയ്യാണ്. ഇത് നമുക്ക് സെലക്ട് ഓൾ കൊടുക്കാവുന്നതാണ്. സെലക്ട് ഓൾ അല്ലെങ്കിൽ കീബോർഡിൽ കൺട്രോൾ A. ഇനി എഡിറ്റ് എന്ന മെനുവിൽ ചെന്ന് കോപ്പി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഈ സെയിലിംഗ് ബോട്ട്സ് എന്ന ഇമേജ് ആക്റ്റീവ് ആക്കിയതിന് ശേഷം വീണ്ടും എഡിറ്റിൽ ചെന്ന് പേസ്റ്റ് എന്ന ഓപ്ഷൻ ഉപയോഗിക്കരുത്. പേസ്റ്റ് സ്പെഷ്യലിൽ വന്ന്
പേസ്റ്റ് ഇൻ ടു എന്ന് പറഞ്ഞാൽ ആ സെലക്ഷൻ്റെ അകത്തേക്ക് പേസ്റ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ ആ സെലക്ഷൻ്റെ അകത്തേക്ക് ആ ക്ലൗഡ് വന്നിരിക്കുകയാണ്. നമ്മുടെ ഈ ഇമേജിൻ്റെ ഫയൽ സൈസും ഈ ഇമേജിൻ്റെ സൈസും തമ്മിലുള്ള വ്യത്യാസം കൊണ്ടാണ് ഇതിങ്ങനെ വന്നിരിക്കുന്നത്. നമുക്കിത് അല്പം വലുതാക്കാം. Ctrl+T, ഷിഫ്റ്റും ഓൾട്ടും ഹോൾഡ് ചെയ്തതിന് ശേഷം ഏതെങ്കിലും കോർണറിൽ പിടിച്ച് ഇതുപോലെ വലിക്കുക. Ctrl-. അതിനുശേഷം എൻ്റർ കീ പ്രസ് ചെയ്യുക. നമ്മൾ പേസ്റ്റ് ഇൻ ടു കൊടുക്കുമ്പോൾ ഇവിടെ ഒരു മാസ്ക് ആയിട്ടാണ് വരുന്നത്. നമുക്കിതിൻ്റെ ഒപ്പാസിറ്റി ഇവിടെ കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. ഒപ്പാസിറ്റി അല്പം കുറച്ചിട്ടു. 60 റേഞ്ചിലേക്ക് ഞാൻ ഒപ്പാസിറ്റി മാറ്റിയിരിക്കുകയാണ്. ഇങ്ങനെ എളുപ്പമായ രീതിയിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട്സ് എല്ലാം ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ നമുക്ക് അല്പം സാച്ചുറേറ്റ് ചെയ്യാം. ഞാനിവിടെ സ്പോഞ്ച് ടൂൾ എടുത്ത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ലെയറിലേക്ക് തിരിച്ചു വരിക. സൂം ചെയ്തതിന് ശേഷം ഇവിടെയൊക്കെ നമുക്ക് സാച്ചുറേഷൻ കൊടുക്കാൻ സാധിക്കുന്നതാണ്. Ctrl+0. ഇനി ഈ കൊടിയുടെ ഭാഗം വേണമെങ്കിൽ നമുക്ക് മറ്റൊരു കളർ ചേഞ്ച് വരുത്താം. ഞാൻ അതിന് മറ്റൊരു മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. റെക്ടാങ്കുലർ മാർക്ക് ടൂൾ എടുക്കുക. ഇത്രയും ഏരിയ സെലക്ട് ചെയ്യുക. ഇനി ഇമേജ് എന്ന മെനുവിൽ ചെന്ന് അഡ്ജസ്റ്റ്മെന്റ് എന്ന സബ് മെനുവിൽ വന്ന് റീപ്ലേസ് കളർ എന്ന ഓപ്ഷൻ എടുക്കുക. ഇപ്പോൾ റീപ്ലേസ് കളറിൻ്റെ ഒരു ഡയലോഗ് ബോക്സ് വരുന്നതാണ്. ഇവിടെ നമുക്ക് ന്യൂ സെലക്ഷൻ ഐ ഡ്രോപ്പർ ടൂൾ ഇവിടെ കിട്ടുന്നതാണ്. ഈ സെലക്റ്റഡ് ഏരിയ, ഇവിടെ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഏരിയയാണ് കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ആ കൊടിയുടെ പോർഷൻ ബ്രൈറ്റഡ് വരുന്നതാണ്. ഇത് മാക്സിമം ബ്രൈറ്റ് ആക്കുക. അതിനായി ഇവിടെ ഈ പ്ലസ് ഐ ഡ്രോപ്പർ എടുക്കുക. അതിനുശേഷം ഇവിടെ ക്ലിക്ക് ചെയ്താൽ മാക്സിമം ബ്രൈറ്റ് ആക്കുക. ബ്രൈറ്റ്നസ് ഇതിൻ്റെ പുറത്തേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ നിന്ന് സബ്ട്രാക്ട് ഐ ഡ്രോപ്പർ എടുത്തിട്ട് നമുക്കിവിടെ ക്ലിക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. വീണ്ടും ഇതെടുക്കുക. ഇനി ഇവിടെ ഹ്യൂയും സാച്ചുറേഷൻ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഇത് ഈ ഒരു ടോണിലേക്കാണ് വന്നിരിക്കുന്നത്. നമ്മളിവിടെ ഹ്യൂ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഇമേജിലേക്ക് നോക്കിയാൽ മനസ്സിലാവും അതിൻ്റെ ടോൺ. അതുപോലെ ലൈറ്റ്നെസ് നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ സെലക്റ്റഡ് ഏരിയയിൽ നമ്മൾ ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്ന ആ ബ്രൈറ്റൻ ഏരിയയിലേക്കാണ് ഇവിടെ കളർ ചേഞ്ചസ് വരുന്നത്. ഇവിടെ ഇങ്ങോട്ട് മാറ്റിയാൽ അതിനൊരു റെഡിഷ് ടോണിലേക്ക് പോകുന്നതാണ്. ഇവിടെ ഇങ്ങോട്ട് മാറ്റിയാൽ ഒരു ബ്ലൂഷ് മോഡിലേക്ക് വരുന്നതാണ്. നമുക്ക് ആവശ്യമുള്ള മോഡിലേക്ക് ചേഞ്ച് കൊടുക്കുക. ഓക്കെ, ഡീസെലക്ട് ചെയ്യുക. അടുത്തായി നമുക്ക് ക്രോപ്പ് ടൂളിൻ്റെ മറ്റൊരു സെഗ്മെന്റ് നോക്കാം. ഇവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പെർസ്പെക്റ്റീവ് ക്രോപ്പ് ടൂൾ. ഇതിനായി ഞാനൊരു ഇമേജ് ഓപ്പൺ ചെയ്യുകയാണ്. ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ചർച്ച് എന്ന ഇമേജ് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഈ ഇമേജ് ശരിക്കും ഒരു ഡിസ്റ്റോർട്ടഡ് ടൈപ്പിലാണ് ഇരിക്കുന്നത്. ആ ഇമേജ് കറക്റ്റ് ഡയമെൻഷനിൽ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുവേണ്ടി ഉപയോഗിക്കുന്നതാണ് പെർസ്പെക്റ്റീവ് ക്രോപ്പ് ടൂൾ. നമ്മളിങ്ങനെ ഒരു റെക്റ്റാങ്കിൾ ടൈപ്പ് സെലക്ട് ചെയ്യുക. ഇതിൻ്റെ ക്രോപ്പ് ഏരിയ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ആവശ്യാനുസരണം ഇങ്ങനെ വലുതാക്കാനും അതുപോലെ ഇതിൻ്റെ വിഡ്ത്ത് കൂട്ടാനെല്ലാം സാധിക്കുന്നതാണ്. ഇവിടെ ഈ 4 വശത്തുമുള്ള ആങ്കർ പോയിന്റുകൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് വിടാതെ ഇങ്ങനെ സ്ക്യൂ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഈ ഒരു വാളിന് പാരലായിട്ട് നമുക്ക് ഇതിൻ്റെ എൻഡ് കറക്റ്റ് ചെയ്താൽ, അല്ലെങ്കിൽ ഒരു ഗ്രിഡിൽ ഏതെങ്കിലും നമ്മൾ ഇതിന് സമാന്തരമായിട്ട് കറക്റ്റ് ചെയ്യുക. അതുപോലെ ഈ വശവും നമ്മൾ ലെഫ്റ്റിലേക്ക് ഡ്രാഗ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു ഗ്രിഡ് ഈ വാളിന് സമാന്തരമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി കീബോർഡിൽ എൻ്റർ കീ പ്രസ് ചെയ്യുക. ഇപ്പോൾ ഇതൊരു കറക്റ്റ് ഡയമെൻഷനുള്ള ഇമേജ് ആയിട്ട് മാറിയിരിക്കുന്നതായി കാണാം. നമുക്ക് ഈ ഇമേജിൻ്റെ ക്യാൻവാസ് സൈസ് കൂട്ടാൻ സാധിക്കുന്നതാണ്. അതിനായി ഇമേജ് എടുക്കുക, ക്യാൻവാസ് സൈസ്. ഇവിടെ ക്യാൻവാസ് സൈസിൻ്റെ ഒരു ഡയലോഗ് ബോക്സ് പ്രത്യക്ഷപ്പെടുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ വിഡ്ത്ത് 19.9 സെൻറ്റിമീറ്റർ, ഹൈറ്റ് 18.24 സെൻറ്റിമീറ്റർ. നമുക്ക് വിഡ്ത്തിൽ ഈ ക്യാൻവാസിൻ്റെ ഏരിയ ലെഫ്റ്റ്, റൈറ്റ്, ടോപ്പ്, ബോട്ടം 4 വശവും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഈ റിലേറ്റീവ് എന്ന ഓപ്ഷൻ ഓണായി കിടക്കുകയാണെങ്കിൽ ഇവിടെ വിഡ്ത്ത് ഇനി എത്രയാണ് കൂട്ടേണ്ടത് എന്നുള്ളതുകൊണ്ട് അടിച്ചു കൊടുത്താൽ മതിയാകും.
ഇവിടെ ഇത് ഓഫാക്കി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് നിലവിലുള്ള ഇമേജിൻ്റെ സൈസ് ആയിരിക്കും ഇവിടെ കാണിച്ചിരുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഏരിയ കൂട്ടി കൊടുത്താൽ മതി. ഞാനിവിടെ ഇത് ഓൺ ചെയ്ത് വയ്ക്കുന്നു. ഇനി വിഡ്ത്ത് ഞാനിവിടെ ഒരു 3 സെൻറ്റിമീറ്റർ മെഷർമെൻറ്റ് നമുക്കിവിടെ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. പെർസെൻറ്റേജ്, പിക്സൽ, അതുപോലെ ഇഞ്ചസ്, സെൻറ്റിമീറ്റർ, അങ്ങനെ ഡിഫറെൻറ്റ് യൂണിറ്റുകളുണ്ട്. ആവശ്യമായത് സെലക്ട് ചെയ്യുക. ഈ ഡയറക്ഷനിലേക്ക് ആരോസ് കാണിച്ചിട്ടുണ്ട്. നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഇമേജിൻ്റെ റൈറ്റ് സൈഡിലേക്കായിരിക്കും 3 സെൻറ്റിമീറ്റർ ക്യാൻവാസിൻ്റെ വലുപ്പം കൂടി വരുന്നത്. ഇങ്ങനെയാണ് കിടക്കുന്നതെങ്കിൽ ഇതിൻ്റെ വിഡ്ത്ത് മൊത്തം 3 സെൻറ്റിമീറ്റർ കൂടുന്നതിൽ 1.5 സെൻറ്റിമീറ്റർ ഇപ്പുറത്തും 1.5 സെൻറ്റിമീറ്റർ ഇപ്പുറത്തും കൂടി വരുന്നതായി കാണാം. ഞാനിതിപ്പോൾ ഓക്കെ കൊടുക്കുകയാണ്. ഇപ്പോൾ 2 വശവുമാണ് നമുക്ക് ക്യാൻവാസ് ഏരിയ കൂടി വന്നിരിക്കുന്നത്. അൺഡു, ഇമേജ്, ക്യാൻവാസ് സൈസ്, ഇവിടെ ഞാനൊരു 3 കൊടുക്കുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ റൈറ്റ് സൈഡിലായിരിക്കും ക്യാൻവാസിൻ്റെ ഏരിയ കൂടി വരുന്നത്. അൺഡു, ഇമേജ്, ക്യാൻവാസ് സൈസ്, അതുപോലെ നമ്മൾ ടോപ്പിൽ നിന്നാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഹൈറ്റിൽ വ്യത്യാസം വരുത്താൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഹൈറ്റ് 0 പോയിന്റാണ് കിടക്കുന്നത്. നമുക്കിവിടെ 4 സെൻറ്റിമീറ്റർ ഞാൻ കൊടുക്കുന്നു. ഓക്കെ കൊടുത്താൽ ഇതിൻ്റെ ചുവട്ടിലേക്ക് 4 സെൻറ്റിമീറ്റർ ആ പേജിൻ്റെ മൊത്തം ക്യാൻവാസ് സൈസ് കൂടി വരുന്നതാണ്. അൺഡു, ഇമേജ്, ക്യാൻവാസ് സൈസ്. മറ്റൊരു ഓപ്ഷനാണ് ക്യാൻവാസ് എക്സ്റ്റൻഷൻ കളർ. നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ക്യാൻവാസിൻ്റെ കളർ എന്തിനാണ് വരേണ്ടത്? ഇപ്പോൾ ഇവിടെ വൈറ്റ് കളറാണ് ബാക്ക്ഗ്രൗണ്ട് കിടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ക്യാൻവാസ് എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ വൈറ്റ് കളറിലേക്ക് വന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഫോർഗ്രൗണ്ട് സെലക്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്ന പാർട്ട് ഈ കളറിലായിരിക്കും വരുന്നത്. അൺഡു, ഇമേജ്, ക്യാൻവാസ് സൈസ്. അതുപോലെ നമുക്ക് ഇവിടെ നിന്നും മറ്റ് കളറുകൾ പിക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അൺഡു, ഇമേജ്, ക്യാൻവാസ് സൈസ്. അതുപോലെ ഇവിടെ നമുക്ക് വൈറ്റ്, ബ്ലാക്ക്, ഗ്രേ എന്നീ കളറുകൾ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതല്ലെങ്കിൽ അതർ എടുക്കുകയാണെങ്കിൽ നേരത്തെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കിട്ടുന്ന അതേ കളർ ഓപ്ഷൻസ് ലഭിക്കുന്നതാണ്. ഇങ്ങനെയും നമുക്ക് ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും. ആൾട്ട് കൺട്രോൾ സെറ്റ്. ഇനി അടുത്ത ടൂളാണ് സ്ലൈസ് ടൂൾ. അതും ക്രോപ്പ് ടൂളിൻ്റെ കൂടെ തന്നെ കിടക്കുന്നത്. ഇവിടെ നമ്മൾ സ്ലൈസ് ടൂൾ ആക്റ്റീവ് ആക്കുക. ഇത് പ്രത്യേകിച്ചും വെബ് ഡിസൈനിങ്ങിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് വെബ് പേജ് സെറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് സ്ലൈസ് ചെയ്ത് ഡ്രീം വീവറിലോ HTML-ലോ നമുക്ക് പോസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതെങ്ങനെയെന്ന് നോക്കാം. ഞാനിവിടെ സ്ലൈസ് ചെയ്യുകയാണ്. നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക. അപ്പോൾ ഇത്രയും ഏരിയ നമ്മൾ സ്ലൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാനിത് സൂം ചെയ്തുകൊണ്ട് ഇവിടെ സെലക്ട് ചെയ്യുന്നു. ഇവിടെ നമുക്കിത് ചെറുതാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഞാനിവിടെ സെലക്ട് ചെയ്യുന്നു. ഇവിടെ സെലക്ട് ചെയ്യുക. ഡിഫറെൻറ്റ് സ്ലൈസുകളായി സെറ്റ് ചെയ്തതിന് ശേഷം ഇത് മറ്റൊരു സ്ലൈസ് ഞാൻ കൊടുക്കുന്നു. ഇവിടെ ഒരു സ്ലൈസ് ചെയ്യുന്നു. ഇവിടെ ഞാൻ മറ്റൊരു സ്ലൈസ് ചെയ്യുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു സ്ലൈസ് സെലക്ഷൻ ടൂൾ ഉണ്ട്. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ സ്ലൈസ് സെലക്ഷൻ ടൂൾ ഇതെടുത്തുകൊണ്ട് നമുക്ക് സ്ലൈസുകൾ സെലക്ട് ചെയ്ത് മൂവ് ചെയ്യാനോ അതല്ലെങ്കിൽ ഡിലീറ്റ് കളയാനോ എല്ലാം സാധിക്കുന്നതാണ്. അൺഡു, കൺട്രോൾ 0, കൺട്രോൾ 0. സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് ഇതിൻ്റെ സെലക്ഷൻ എടുക്കാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ ആവശ്യാനുസരണം സ്ലൈസ് ചെയ്യുക. അതുപോലെ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന സ്ലൈസിനെ നമുക്ക് ഈവൻ സൈസിൽ ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനെ ഡിവൈഡ് എന്ന ഓപ്ഷൻ എടുത്തതിന് ശേഷം ഇവിടെ ഡിവൈഡ് ഹൊറിസോണ്ടലി ഇൻടു ഈ ടിക്ക് മാർക്ക് ആക്റ്റീവ് ആക്കുക. ഇവിടെ സ്ലൈസ് ഡൗൺ ഈവൻലി സ്പേസ്ഡ്. നമുക്ക് ഹൊറിസോണ്ടലായിട്ട് ഒരേ സ്പേസിലേക്ക് സ്ലൈസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഒന്നാണ് ഇവിടെ കിടക്കുന്നത്. അതുകൊണ്ട് കറക്റ്റ് ഒറ്റ സ്ലൈസ് ആയിട്ടായിരിക്കും ഡിവിഷൻ വരുന്നത്. ഞാനിവിടെ 3 കൊടുത്താൽ ഈക്വൽ പാർട്ടായിട്ട് 3 സ്ലൈസുകൾ ഇവിടെ ലഭിക്കുന്നതാണ്. മിനിമം വാല്യൂ 1 കൊടുക്കേണ്ട ആവശ്യമാണ്. ഞാനിവിടെ പിക്സൽസ് പെർ സ്ലൈസ് ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ 609 പിക്സൽസ് കഴിഞ്ഞതിന് ശേഷം ആയിരിക്കും
അടുത്ത സ്ലൈസ് വരുന്നത്. ഞാനിവിടെ ഇത് റെഡ്യൂസ് ചെയ്യാണ് 150. ഇങ്ങനെ വരുമ്പോൾ 150 പിക്സൽ സൈസിൽ നമുക്ക് 4 സ്ലൈസുകളിവിടെ ലഭിക്കുന്നതായിട്ട് കാണാം. ഇത് നമുക്ക് വേരി ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് ഞാൻ ഇനാക്റ്റീവ് ആക്കുന്നു. അതുപോലെ തന്നെ ഡിവൈഡ് വെർട്ടിക്കലി ഇൻ ടു, ഇത് ആക്റ്റീവ് ആക്കുകയാണെങ്കിൽ വെർട്ടിക്കലി ആയിരിക്കും ഈ സ്ലൈസ് പാർട്ടീഷൻ ചെയ്യുന്നത്. ഞാനിവിടെ 3 കൊടുക്കുന്നു. ഇങ്ങനെ വെർട്ടിക്കലായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് കാണാം. അതുപോലെ ഇതിനും നമുക്ക് പിക്സൽ വൈസിലായിട്ട് സ്ലൈസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ കൊടുത്താൽ 50 പിക്സൽ സൈസിലായിരിക്കും സ്ലൈസ് ചെയ്യുന്നത്. ഞാനിവിടെ ക്യാൻസൽ ചെയ്യുന്നു. അതുപോലെ ഈ സ്ലൈസ് ടൂൾ ആക്റ്റീവ് ആയി കഴിയുമ്പോൾ ഇവിടെ ഇതിൻ്റെ സ്റ്റൈല്, നമുക്ക് സ്ലൈസ് ചെയ്യേണ്ട സ്റ്റൈൽ ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. നോർമൽ ഓപ്ഷനാണ് കിടക്കുന്നതെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം ഇത് സ്ലൈസ് ചെയ്യാവുന്നതാണ്. അൺഡു ചെയ്യുന്നു. ഇവിടെ നമുക്ക് ഫിക്സഡ് ആസ്പെക്ട് റേഷ്യോയിലാണ് കൊടുക്കുന്നതെങ്കിൽ ഇത് വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് ഒരേ പ്രൊപ്പോർഷനിലായിരിക്കും സ്ലൈസ് ചെയ്യുന്നത്. അൺഡു. അതുപോലെ ഫിക്സഡ് സൈസ് ഉണ്ട്. നമുക്ക് ആവശ്യാനുസരണം ഇവിടെ ഇതിൻ്റെ വിഡ്ത്ത് ഹൈറ്റ് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ 64 പിക്സലാണ് കിടക്കുന്നത്. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു വലുപ്പത്തിലുള്ള സ്ലൈസ് ആയിരിക്കും വരുന്നത്. അൺഡു. ഇത് നമുക്ക് ഇവിടെ വേരി ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒരു വലുപ്പത്തിലുള്ള സ്ലൈസ് ലഭിക്കുന്നതാണ്. അൺഡു. ഇനി നമുക്കിത് എങ്ങനെ സ്ലൈസ് ചെയ്യാമെന്ന് നോക്കാം. അതിനായി ഫയൽ, സേവ് ഫോർ വെബ് എന്ന ഈ ഓപ്ഷൻ ആക്റ്റീവ് ആക്കുക. ഇങ്ങനെ ഒരു സേവ് ഫോർ വെബ് എന്ന് പറയുന്ന ഒരു വിൻഡോ നമുക്ക് ലഭിക്കുന്നതാണ്. ഇവിടെ നമുക്കിതിൻ്റെ 4up വ്യൂവിലാണ് നിൽക്കുന്നത്. ഇത് ഒറിജിനൽ വ്യൂ. അതുപോലെ ഇത് JPEG വ്യൂവിലേക്കാണ് വന്നിരിക്കുന്നത്. അതുപോലെ JPEG ഇതിൻ്റെ ക്വാളിറ്റി ഇവിടെ കാണിച്ചിട്ട് 100% ക്വാളിറ്റി, അതിൻ്റെ സൈസ്, അതുപോലെ എത്ര സെക്കൻഡ് സ്പീഡിലാണ് അത് അപ്ലോഡ് ആവുന്നത് എന്നുള്ള കാര്യം ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഇതിൻ്റെ അടുത്ത ഇതിലേക്ക് വരുമ്പോൾ JPEG തന്നെ 60% ക്വാളിറ്റി, അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് തന്നിരിക്കുന്നത്. അതുപോലെ JPEG 25 ക്വാളിറ്റി. നമുക്ക് ക്വാളിറ്റി അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഓപ്ഷൻ ആക്റ്റീവ് ആക്കുന്നു. ഇവിടെ നമുക്ക് സേവ് കൊടുക്കുക. വെബ് പേജ് ഡിസൈൻ, സേവ്. ഇനി ഞാനിത് ഫോട്ടോഷോപ്പ് മിനിമൈസ് ചെയ്യാണ്. നമ്മൾ ചെയ്തത് ഇവിടെ ഇമേജ് എന്ന ഒരു ഫോൾഡറിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ചെയ്ത സ്ലൈസുകളെല്ലാം ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇമേജ്, അതുപോലെ ഇവിടെ ആരോ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഓരോ സ്ലൈസുകളും നമുക്ക് ഇവിടെ ലഭിച്ചിട്ടുണ്ട്. ബട്ടൺസ് എല്ലാം സെപ്പറേറ്റ് വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് ഡ്രീംവീവറിൽ ചെന്ന് പോസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ HTML ചെയ്തിട്ട് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിത് ക്ലോസ് ചെയ്യുന്നു. ഫോട്ടോഷോപ്പിലേക്ക്